എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ തുടങ്ങാം. മായ എന്നത് സൂക്ഷ്മമായതാണെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു? നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾ, അസ്വസ്ഥത, ഭയം, അശാന്തി, സന്തോഷത്തിനായുള്ള തിരച്ചിൽ എന്നിവയാണ്. എന്നാൽ വേദാന്തം പറയുന്നത് ഇവ യാദൃച്ഛികമായ പ്രശ്നങ്ങളല്ല. ഇതെല്ലാം മായ നമ്മുടെ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. മായ നമ്മുടെ ശരീരത്തെ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളെയും വിവേകത്തെയും എല്ലാം മായ സ്വാധീനിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് വ്യക്തമായാൽ നമ്മുടെ ആത്മീയ യാത്ര വളരെ സുഖകരവും ആയാസരഹിതവും ആയിരിക്കും. പ്രിയമുള്ളവരെ, മായ എന്നത് വേദാന്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 3 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ മായയുടെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മായയെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ നമ്മൾ ആ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മായ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാം. നമ്മുടെ ആന്തരിക കാഴ്ചപ്പാടുകളെയും ബാഹ്യമായ കാഴ്ചപ്പാടുകളെയും എല്ലാം മായ സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് മായ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ച് വേദാന്തം കാണിച്ചു തരുന്ന വഴികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മായ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന 3 അസ്തിത്വങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 3 entities within മായ. മായയുടെ പരിധിയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട വസ്തുക്കൾ. ആദ്യം വരുന്നത് നമ്മളാണ്, എല്ലാ ജീവജാലങ്ങളും. അതിനെ ജീവ എന്ന് വേദാന്തം വിളിക്കുന്നു, ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്. അടുത്തത് ജഗത്, ഈ കാണുന്ന പ്രപഞ്ചവും ലോകവും. മൂന്നാമത്തേത് ഈശ്വരൻ, ദ ഡിവൈൻ. ഇവ 3ലും മായ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേദാന്തയുടെ വളരെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ജീവ, ജഗത്, ഈശ്വരൻ എന്നത്. ഈ തത്വങ്ങളെ കുറിച്ച് വിശദമായി നമുക്ക് ഭാവിയിൽ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവ 3ലും മായ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. വേദാന്തം ഒരു വ്യക്തമായ ബന്ധം ഇവിടെ പറയുന്നു. ഈശ്വരൻ എന്നത് മായയുടെ ഉടമയാണ്. ഈശ്വരന്റെ ശക്തിയാണ് മായാശക്തി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും ഈശ്വരൻ മായയെ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ ജീവ, ഓരോ വ്യക്തികളും ഈ മായയുടെ എക്സ്പീരിയൻസസ് അനുഭവിക്കുന്ന ആളുകളാണ്. മായ അവിദ്യ, അജ്ഞാനമായി നമ്മളിൽ നിലനിൽക്കുന്നു. ഇനി ഈ ജഗത്, ഈ ലോകം എന്ന് പറയുന്നത് മായയുടെ ഒരു ഇഫക്റ്റ് ആണ്. അതായത് ബ്രഹ്മൻ എന്ന സത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ജഗത്. അതുകൊണ്ടാണ് ജഗത് മിഥ്യ എന്ന് വേദാന്തം പറയുന്നത്. ഇനി ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ദ മാജിക് ഷോ മെറ്റഫോർ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു വലിയ മാജിക് ഷോ കാണുകയാണ് എന്ന് വിചാരിക്കുക. ഒരു മജീഷ്യൻ പല അത്ഭുതങ്ങളും നമ്മുടെ മുൻപിൽ കാഴ്ചവെക്കുന്നു. അത് കാണുമ്പോൾ നമുക്കത് വളരെ യാഥാർത്ഥ്യമായി തോന്നാറുണ്ട്. അതുകൊണ്ടാണ് മാജിക്കിനെ മായാജാലം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മായയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. ഇവിടെ ഈശ്വരൻ എന്നത് മജീഷ്യനെ പോലെയാണ്, മാജിക്കാരനെ പോലെയാണ്. മായ എന്നത് ഈശ്വരന്റെ ശക്തിയാണ്, ദ മാജിക് പവർ. ജീവ എന്നത് ഓഡിയൻസ് ആണ്, അതായത് നമ്മള് കാഴ്ചക്കാരാണ്. മായയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ജഗത് എന്നത് മാജിക് ഷോ പോലെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മജീഷ്യൻ ശൂന്യതയിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. അതിന് അദ്ദേഹം മാജിക് പവർ ഉപയോഗിക്കുന്നു. പക്ഷേ അതിന് മജീഷ്യന് ഒരു സ്റ്റേജും ഷോയും ആവശ്യമാണ്. കാഴ്ചക്കാരാണ് ആ മാജിക്കിന്റെ പവർ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മാജിക് പവർ ഒരു മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പവറാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അജ്ഞാനമാണ്. കാരണം മജീഷ്യൻ എങ്ങനെ അത് സൃഷ്ടിച്ചു എന്ന് നമുക്കറിയില്ല. നമുക്കത് യാഥാർത്ഥ്യമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഒരേ മാജിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമായും മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം പവറായും നിലനിൽക്കുന്നു. ഇതേപോലെ മായ എന്നത് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം മായ ശക്തിയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമായും നിലനിൽക്കുന്നു. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇതല്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ, ഒരു അജ്ഞാനി, അതായത് മായയിൽ അകപ്പെട്ട ഒരു വ്യക്തി ഇത് ഒരു മാജിക് ഷോ ആണെന്ന് വിസ്മരിക്കുന്നു, ഇത് യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, ആ ഒരു ബോധത്തിൽ ജീവിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനിയാകട്ടെ, അദ്ദേഹം ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്നു. യാഥാർത്ഥ്യം ബ്രഹ്മം മാത്രമാണെന്ന് അറിയുന്നു. ഇതാണ് വേദാന്തം പറയുന്നത് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ. അതായത് നമ്മൾ കാണുന്ന ഈ ലോകം ബ്രഹ്മത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മിഥ്യയാണ്. ഇനി നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മായ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, മായ എങ്ങനെയാണ് നമ്മുടെ ആന്തരിക ലോകത്തെയും ബാഹ്യ ലോകത്തെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നിങ്ങൾ
പുറത്തേക്ക് നോക്കുന്നു അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് നോക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താണ് കാണുന്നത്? ഈ ലോകം കാണുന്നു. മനുഷ്യർ, മരങ്ങൾ, മൃഗങ്ങൾ, വസ്തുക്കൾ, അങ്ങനെ പലതും കാണുന്നു. വേദാന്തം ഇതിനെ നാമരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ കാണുന്നതെല്ലാം നാമരൂപങ്ങളാണ്. എന്നാൽ നാമരൂപങ്ങൾക്ക് പുറകിലുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുന്നില്ല. ഇനി നിങ്ങൾ ഉള്ളിലേക്ക് നോക്കൂ. ആന്തരികമായി നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങളുടെ ശരീരം കാണുന്നു, നിങ്ങളുടെ ചിന്തകൾ അറിയുന്നു, നിങ്ങളുടെ മനസ്സും മനസ്സിലാക്കുന്നു. വേദാന്തം ഇതിനെ ഉപാധി എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ഉപാധിയുടെ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം മായ നമ്മുടെ യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ മായയുടെ 2 ശക്തികളെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആവരണ ശക്തി, വിക്ഷേപ ശക്തി. ആ ശക്തിയിലൂടെ മായ ആദ്യം യാഥാർത്ഥ്യത്തെ ആവരണം ചെയ്യുന്നു, എന്നിട്ട് നാമരൂപമായും ഉപാധിയായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ മായയുടെ സ്വാധീനത്തിൽ അകപ്പെട്ട നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. എപ്പോഴാണോ നമ്മൾ ആത്മജ്ഞാനത്തിലൂടെ മായയെ തരണം ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഒരു യാഥാർത്ഥ്യം മാത്രമേ കാണുകയുള്ളൂ. അതാണ് ബ്രഹ്മൻ. നമുക്കകത്തും ബ്രഹ്മമാണ്, നമുക്ക് പുറത്തും ബ്രഹ്മമാണ്. വേദാന്തം പറയുന്നു, സർവം കൽവിതം ബ്രഹ്മ. ഇവിടെ ബ്രഹ്മം മാത്രമേയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആത്മജ്ഞാനം ലഭിച്ച ആൾ പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വസ്തുക്കളെ കാണാതെ ബ്രഹ്മനെ കാണുന്നു എന്നല്ല അർത്ഥം. ബ്രഹ്മത്തെ നമുക്ക് കാണാൻ കഴിയില്ല, അത് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമാണ്. പക്ഷേ അദ്ദേഹം, നമ്മൾ നേരത്തെ കണ്ട മാജിക് ഷോയിലെ ജ്ഞാനി, അദ്ദേഹം മാജിക് ഷോ എൻജോയ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് മാജിക് ഷോ ആണ്, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് സത്യം തിരിച്ചറിയുന്നു. അതാണ് ആത്മജ്ഞാനം നേടുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. അദ്ദേഹം ഈ ലോകത്തെയും ശരീരത്തെയും മനസ്സിനെയും വസ്തുക്കളെയും എല്ലാം കാണും, എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം, ഇതിന് പുറകിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് വേദാന്തം പറയുന്ന ജ്ഞാനങ്ങൾ ഏതൊക്കെയാണ്, മായ എങ്ങനെയാണ് ജ്ഞാനത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. വേദാന്തം നമുക്ക് 3 തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ആദ്യത്തേത് പ്രത്യക്ഷ ജ്ഞാനം, ഡയറക്റ്റ് നോളജ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും വെച്ച് നമ്മൾ നേടുന്ന അറിവുകളാണ് പ്രത്യക്ഷ ജ്ഞാനം. കേൾക്കുന്നു, കാണുന്നു, ചിന്തിക്കുന്നു, ഇതെല്ലാം പ്രത്യക്ഷ ജ്ഞാനങ്ങളാണ്. അടുത്തത് പരോക്ഷ ജ്ഞാനം. നമ്മൾ വാക്കുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ വായിച്ച് അറിവുകൾ നേടുന്നു. ഇതിനെയാണ് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കൂ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ അത് നമുക്ക് പ്രത്യക്ഷ ജ്ഞാനത്തിലല്ല, പരോക്ഷ ജ്ഞാനത്തിലാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ദൂരെയുള്ള ഒരു സ്ഥലം നിങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ചും മറ്റുള്ള ആളുകൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ അവിടെ പോകണമെന്നില്ല. ഇതാണ് പരോക്ഷ ജ്ഞാനം. എന്നാൽ വേദാന്തം 3ാമതായി പറയുന്ന അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് അപരോക്ഷ ജ്ഞാനം, അതായത് സെൽഫ് നോളജ്. ഞാൻ എന്ന അറിവ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത്? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ല, വാക്കുകളിലൂടെ അല്ല, അത് നിങ്ങൾ നേരിട്ട് അറിയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്വപ്രകാശിത ജ്ഞാനമാണ് അപരോക്ഷ ജ്ഞാനം, നിങ്ങൾ എന്ന യാഥാർത്ഥ്യം. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നു. അതിലൂടെ നിങ്ങൾ അറിവുകൾ നേടുന്നുണ്ട്. അതാണ് പ്രത്യക്ഷ ജ്ഞാനം. ഇനി ഞാൻ സർവം കൽവിതം ബ്രഹ്മ, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾ ഒരു അറിവ് നേടി. അതാണ് പരോക്ഷ ജ്ഞാനം. പക്ഷെ നിങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ ശ്രദ്ധിച്ചാൽ വേറൊന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന അറിവ്, ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന അറിവ്. ആ അറിവ് എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിലൂടെയും ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെയുമല്ല, മറിച്ച് അത് സ്ഥായിയായുള്ള ഒരു അറിവാണ്, സ്വപ്രകാശിത ചൈതന്യമാണ്. ഇതാണ് അപരോക്ഷ ജ്ഞാനം. നിങ്ങളുടെ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപരോക്ഷ ജ്ഞാനം ലഭിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഗാഢമായ ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ചോദിക്കുന്നു നിങ്ങളോട്, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പറയും, ഞാൻ സുഖമായി ഉറങ്ങി. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ സുഖമായി ഉറങ്ങി എന്നത്? കാരണം ഗാഢനിദ്ര, അതായത് സുഷുപ്തി എന്ന അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ അറിയുന്നു. ഇതാണ് അപരോക്ഷ ജ്ഞാനം. എന്നാൽ ഇവിടുത്തെ ചോദ്യം ഇതാണ്, മായ ഏത് ജ്ഞാനത്തെ മറയ്ക്കുന്നു? പ്രിയമുള്ളവരെ, ഇവിടെയാണ് മായയുടെ സ്വാധീനം വരുന്നത്. പ്രത്യക്ഷ ജ്ഞാനത്തെയും
പരോക്ഷ ജ്ഞാനത്തെയും മായ ആവരണം ചെയ്യില്ല. നോക്കൂ, നമ്മുടെ ഭൗതിക ജ്ഞാനം, ലൗകിക ജ്ഞാനം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രം വളരുന്നു, ടെക്നോളജികൾ വളരുന്നു, ബുദ്ധി വികസിക്കുന്നു. ഇതെല്ലാം മായ അനുവദിക്കുന്നു. കാരണം അതെല്ലാം പ്രത്യക്ഷ ജ്ഞാനമോ പരോക്ഷ ജ്ഞാനമോ ആണ്. എന്നാൽ അപരോക്ഷ ജ്ഞാനത്തെ മായ മറയ്ക്കുന്നു. അപരോക്ഷ ജ്ഞാനം എന്നാൽ ആത്മജ്ഞാനം തന്നെയാണ്. ഒരു വ്യക്തിക്ക് എത്ര ലോകവിവരമുണ്ടെങ്കിലും സ്വന്തം യാഥാർത്ഥ്യത്തെക്കുറിച്ച് അജ്ഞനായിരിക്കും. അതുകൊണ്ടാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പോലും ജീവിതത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല, മറിച്ച് അതിനെ അറിയുന്ന കോൺഷ്യസ്നസ്, ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ്, ബ്രഹ്മമാണ് എന്ന അറിവ് വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിന്നും മായ നീങ്ങുകയുള്ളൂ. ശ്രീ ശങ്കരാചാര്യരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദാന്ത ഗ്രന്ഥമാണ് അപരോക്ഷ അനുഭൂതി. നിങ്ങൾ ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ നോക്കൂ, അപരോക്ഷ അനുഭൂതി അഥവാ ആത്മജ്ഞാനം. പ്രിയമുള്ളവരെ, നമ്മൾ മായയുടെ സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മായയുടെ സ്വാധീനത്തിൽ അകപ്പെടുന്ന ഒരു മനുഷ്യന്റെ മനസ്സും ബുദ്ധിയും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മായയുടെ 5 നിർവചനങ്ങൾ പഠിച്ചു. എന്നാൽ മായയ്ക്ക് പ്രധാനപ്പെട്ട മറ്റൊരു നിർവചനം കൂടിയുണ്ട്. അതാണ് മോഹനാത്മിക മായ. മോഹനം എന്ന വാക്കിന് കബളിപ്പിക്കുക എന്നാണ് അർത്ഥം. മായ എങ്ങനെയാണ് നമ്മളെ കബളിപ്പിക്കുന്നത്, യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ 5 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിൽ മായ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ്. 2 ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ജ്ഞാനം സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. 4 ഏറ്റവും പ്രധാനം സന്തോഷത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അവസാനമായി നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. സത്യത്തിൽ മായ നമ്മുടെ കാഴ്ചപ്പാടുകളെ കബളിപ്പിക്കുന്നു, നമ്മളിൽ തെറ്റായ അവബോധം ഉണ്ടാക്കുന്നു. നമുക്കിനി ഓരോന്നും പരിശോധിക്കാം. ആദ്യത്തേത് ഞാൻ, എനിക്ക്, എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. മായയുടെ സ്വാധീനത്തിൽ അകപ്പെടുന്ന ഒരു വ്യക്തി ഞാൻ ഈ ശരീരവും മനസ്സും ആണ് എന്ന് വിശ്വസിക്കുന്നു. ശരീരം ജനിക്കുമ്പോൾ ഞാൻ ജനിക്കുകയും ശരീരം മരിക്കുമ്പോൾ ഞാൻ മരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശരീര സുഖത്തിനും ശരീര സംരക്ഷണത്തിനും മാത്രം പ്രാധാന്യം നൽകുന്നു. എന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം എന്ന് ധരിക്കുന്നു. എനിക്ക് ആത്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നാൽ വേദാന്തം പുതിയ ഒരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നു. വേദാന്തം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സെയും അനുഭവിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഒബ്ജക്റ്റ് ആണ്. അത് അനുഭവിക്കുന്നവെന്ന സബ്ജക്റ്റ് അല്ല. നിങ്ങളാണ് ആ സബ്ജക്റ്റ്, ആ ബോധം, ആ അവയർനെസ്. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നു എന്നുള്ള അറിവ് സ്ഥായിയായി നിലനിൽക്കുന്നു. ഏതൊരു ഇരുട്ടിലോ അല്ലെങ്കിൽ നമുക്ക് കേൾവിയില്ലാത്ത സ്ഥലത്തോ കാഴ്ചയില്ലാത്ത സ്ഥലത്തോ പോലും ആ ജ്ഞാനം നിലനിൽക്കുന്നുണ്ട്. ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ വേൾഡ്. ഈ ലോകത്തെക്കുറിച്ച് എന്താണ് മായയിൽ അകപ്പെട്ട വ്യക്തി ചിന്തിക്കുന്നത് എന്ന് നോക്കാം. അദ്ദേഹം ചിന്തിക്കുന്നത് ഈ ലോകം ശരിക്കും യഥാർത്ഥമാണെന്നാണ്. ഈ കാരണം ഈ ലോകം എനിക്ക് കാണാം, സംവദിക്കാം, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു. അതുകൊണ്ട് ഈ ലോകം പരമസത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. സ്വാഭാവികമായും ലൗകികമായ കാര്യങ്ങൾക്ക് മായയിൽ അകപ്പെട്ട വ്യക്തി പ്രാധാന്യം നൽകുന്നു. എന്നാൽ വേദാന്തം ഈ ലോകം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല, മറിച്ച് അത് മിഥ്യയാണെന്ന് പറയുന്നു. ഒരു സത്യത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും അറിയുന്ന അതേ യാഥാർത്ഥ്യമാണ് ഈ ലോകത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരം എന്ന് വേദാന്തം പറയുന്നു. ഇത് ആത്മ അന്വേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്തത് ജ്ഞാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മായയിൽ അകപ്പെട്ട ഒരു വ്യക്തി ഈ ലോകത്തെക്കുറിച്ച് നേടുന്ന അറിവാണ് ഏറ്റവും ഉപകാരപ്രദവും മൂല്യമുള്ളതും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എത്രമാത്രം ഞാൻ ആ അറിവ് നേടുന്നോ, ലോകത്തെക്കുറിച്ചുള്ള അറിവ്, അതായത് ലൗകികവും ഭൗതികവുമായിട്ടുള്ള അറിവ് നേടുന്നോ, അത്രയും വലിയ ആളായി തീരും, അറിവുള്ളവനായി തീരും എന്ന് വിശ്വസിക്കുന്നു. ആത്മീയ ജ്ഞാനം പ്രയോജനമില്ലാത്തതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതുമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വേദാന്തം ലൗകിക ഭൗതിക അറിവുകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമുക്ക് ഈ അറിവുകൾ ആവശ്യമാണ്. ജീവിതം നിർവഹിക്കുന്നതിനും മെച്ചപ്പെടുന്നതിനും ലൗകിക അറിവ് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വേദാന്തം പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. ലൗകിക അറിവുകൾ ഒരിക്കലും നമ്മുടെ ദുഃഖങ്ങളെ ശാശ്വതമായി നീക്കാൻ സഹായിക്കുന്നില്ല. ജീവിതം നടത്തിക്കൊണ്ടുപോകുന്നു, പക്ഷെ ദുഃഖം മാറുന്നില്ല.
നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആത്മജ്ഞാനം ഇല്ലാത്തതാണ് എന്ന് വേദാന്തം പറയുന്നു. അതുകൊണ്ട് ലൗകിക ജ്ഞാനത്തോടൊപ്പം ആത്മീയ ജ്ഞാനത്തിനും പ്രാധാന്യം നൽകാൻ പഠിപ്പിക്കുന്നു. കാരണം ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനമായി സന്തോഷത്തെക്കുറിച്ച് മായയിൽ അകപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു നോക്കാം. മായയുടെ കാഴ്ചപ്പാട് സന്തോഷം ബാഹ്യമായ വസ്തുക്കളിൽ നിന്ന് വരുന്നു. ഭക്ഷണം, മനുഷ്യൻ, കാറ്, വീട്, വിനോദം. അതുകൊണ്ട് മായ ഉറപ്പിച്ചു പറയുന്നത് സന്തോഷം പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സാധനങ്ങൾ സ്വന്തമാക്കിയാൽ എനിക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വേദാന്തം വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു. സന്തോഷം നിങ്ങൾക്ക് ഒരു വസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് എപ്പോഴും സന്തോഷം തരുന്നതായിരിക്കും. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു കാറ് വാങ്ങുന്നു, നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്നു, സന്തോഷം വരുന്നു. എന്നാൽ അതേ കാറ് ഒരു അപകടത്തിൽ പെടുകയോ ആക്സിഡന്റ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ആ വസ്തു നിങ്ങൾക്ക് സങ്കടം കൊണ്ടുവരുന്നു. ഒരേ വസ്തു ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ സങ്കടം, സ്ഥായിയായി നമുക്ക് സന്തോഷം തരുന്നില്ല. വേദാന്തം പറയുന്നത് ഇതിന് പിറകിലുള്ള ലോജിക്ക് എന്താണെന്ന് വ്യക്തമാക്കുന്നു. അതായത് നിങ്ങൾ ഒരു വസ്തു സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് താൽക്കാലികമായി ശാന്തമാകുന്നു. ആ ശാന്തതയിൽ നമ്മുടെ യാഥാർത്ഥ്യം, ആനന്ദ സ്വരൂപം പ്രതിഫലിക്കുന്നു. അതാണ് നാം അനുഭവിക്കുന്നത്. അതായത് സന്തോഷം ബാഹ്യലോകത്തല്ല, മറിച്ച് നിങ്ങളുടെ സഹജ സ്വഭാവമാണെന്ന് പറയുന്നു. അവസാനമായി നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് എന്താണെന്ന് നോക്കാം. മായയുടെ കാഴ്ചപ്പാട് പറയുന്നത് സുഖങ്ങൾ എനിക്ക് വസ്തുക്കളിൽ നിന്നാണ് കിട്ടുന്നത്. വസ്തുക്കൾ സ്വന്തമാക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പണസമ്പാദനവും സുഖങ്ങൾ ആസ്വദിക്കലുമാണ്. ധർമ്മം അല്ലെങ്കിൽ എത്തിക്സ് എന്നത് എന്റെ സൗകര്യം അനുസരിച്ച് പാലിക്കേണ്ട ഒന്നാണ്. ആത്മീയത എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ്. എന്നാൽ വേദാന്തം കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. വേദാന്തം ഒരിക്കലും പണസമ്പാദനത്തെയോ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനെയോ എതിർക്കുന്നില്ല, മറിച്ച് ധാർമ്മികമായി അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. വേദാന്തത്തിന്റെ പുരുഷാർത്ഥങ്ങളിൽ ആദ്യ 3 ധർമ്മം, അർത്ഥം, കാമം എന്നിവയാണ്. എന്നാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇതെല്ലാം വെറും താൽക്കാലികമാണ്. വേദാന്തം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഉയർന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ശാശ്വതമായ സുഖവും സമാധാനവും സ്വാതന്ത്ര്യവുമാണെന്ന് കാണിച്ചു തരുന്നു. താൽക്കാലിക സുഖങ്ങളെ വിട്ട് ശാശ്വത സുഖങ്ങൾ നേടുന്നതാണ് മോക്ഷം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ 5 ജീവിത കാഴ്ചപ്പാടുകളിൽ മായയുടെ സ്വാധീനത്തെക്കുറിച്ചും വേദാന്തത്തിന്റെ യാഥാർത്ഥ്യവും എന്താണെന്നും മനസ്സിലാക്കി. മായയുടെ സ്വാധീനത്തിലകപ്പെട്ട ഒരു മനുഷ്യന്റെ ബുദ്ധി ചിന്തിക്കുന്നത് പണസമ്പാദനമാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിൽ ഏറ്റവും വലുത് ഇന്ദ്രിയ സുഖവും ആഡംബരങ്ങളും അംഗീകാരവും എന്നെല്ലാമാണ്. ഇതെല്ലാം എന്റെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഓട്ടം ആയിത്തീരുന്നു. കൂടുതൽ പണം, കൂടുതൽ സുഖം, കൂടുതൽ പ്രശസ്തി. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പുറത്ത് നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും അകത്ത് അശാന്തിയും അസ്വസ്ഥതയും മാത്രം ഉണ്ടാകുന്നു. ദുഃഖങ്ങൾ നമ്മുടെ സന്തത സഹചാരിയാകുന്നു. എന്നാൽ വേദാന്തം നമുക്ക് യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു. ജീവിതം ആത്മീയമാകുമ്പോൾ ബാഹ്യലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. വേദാന്തം ലോകം ഉപേക്ഷിക്കാനല്ല, മറിച്ച് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ലോകത്തെ ആശ്രയിക്കുന്നത് ഉപേക്ഷിക്കാൻ പറയുന്നു. ആശ്രയം കുറയുമ്പോൾ സ്വാതന്ത്ര്യം കൂടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് മായ ബുദ്ധിയെ നശിപ്പിക്കുന്നില്ല, മറിച്ച് ബുദ്ധിയെ കബളിപ്പിക്കുന്നു. മായ കാരണം നമ്മൾ അനിത്യമായ വസ്തുക്കളിൽ നിത്യമായ സന്തോഷം തേടുന്നു. മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ മാറാത്ത സമാധാനം തേടുന്നു. വേദാന്തം മായയുടെ ഈ കബളിപ്പിക്കലിനെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ആത്മീയ യാത്ര പുതിയ ഒന്നിനെ കണ്ടെത്താനല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ സ്വരൂപത്തെ കണ്ടെത്താനാണ്. ഞാൻ എന്നത് അന്നും ഇന്നും എന്നും ബ്രഹ്മം ആണ് എന്ന തിരിച്ചറിയലാണ്. ഈ തിരിച്ചറിവാണ് മോക്ഷം, യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.